ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. സ്നാക്ക് എന്താണെന്ന് ലാസ്റ്റ് കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 2 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കോഫി പൗഡറാണ്. ഏത് കോഫി പൗഡറായാലും കുഴപ്പമില്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയാലില്ല, സാധാരണ നമ്മുടെ കാപ്പിപ്പൊടി ആണെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് മൈദ ചേർത്തുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തത്. ഇനി നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തോ കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ട് നല്ലൊരു ചോക്ലേറ്റ് കളറിലുള്ള ബാറ്ററായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുത്താൽ മതി, മിക്സിയിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ടിട്ട് കാണിച്ചത്. അപ്പോൾ നമ്മുടെ നല്ലൊരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 4 പേപ്പർ കപ്പാണ്. ഇതുപോലുള്ള പേപ്പർ കപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾവശത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ 4 കപ്പിലേക്ക് റെഡി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കപ്പിൻ്റെ ഒരു 1/4 ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ 4 കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബീറ്റർ വെച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് കുറച്ചും കൂടി മുട്ട നന്നായിട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിതിന് വെക്കാൻ പോകുന്നത് ഇഡ്ഡലി ചെമ്പിലേക്കാണ്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ ആവിയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഇറ്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് അടപ്പിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുത്താലും മതി ഇഡ്ഡലി ചെമ്പിൻ്റെ. അപ്പോൾ 4 ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് വെള്ളം വെക്കുന്ന പോലെ തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4 കപ്പും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു കൊടുക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഈ അടപ്പ് വെക്കുന്ന സമയത്ത് ഒരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 10 to 15 മിനിറ്റ് അതിൻ്റെ ഇടയിലായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ടൂത്ത് പിക്ക് വെച്ചാൽ മറ്റൊന്ന് കുത്തി നോക്കിയാൽ മതി. അതാ കുക്കായിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ തുറന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഇത് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി അതിൻ്റെ ആ ഒരു കവർ ചെയ്ത് ഇതൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതാ നന്നായിട്ട് പൊങ്ങി വന്ന കണ്ടോ. അപ്പോൾ നമ്മുടെ കോഫി കപ്പ് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ചൂടാറുന്ന സമയത്ത് കപ്പിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാം. ഇത് സൈഡൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കപ്പിൽ നിന്ന് എടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോഫി കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇനി കേക്കിൻ്റെ മോൾഡിൻ്റെ ആവശ്യമില്ല, അതുപോലെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ കോഫി പൗഡർ ചേർത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ട്. അപ്പോൾ മധുരം ഇത് ഒരു മീഡിയം മധുരമായിട്ടാണ് ഉള്ളത്. അപ്പോൾ പഞ്ചസാര കുറച്ചും കൂടി ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡബിൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.